കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ക്യാമ്പയിൻ ആരംഭിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയം അത് കാലോചിതമാണ്, അവസരോചിതമാണ്. മനുഷ്യനായി കാണാൻ പഠിപ്പിക്കപ്പെടുന്ന വേദഗ്രന്ഥങ്ങളെയെല്ലാം മറന്നുകൊണ്ട് പുതിയ കാല ജീവിതങ്ങളിലേക്ക് പുതിയ തലമുറകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അറിവുള്ളവരുടെ ബാധ്യതയാണ് സമൂഹത്തെ നേർവഴിയിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത്. കാരണം മുൻകാല പണ്ഡിതന്മാർ, മുൻകാല ചരിത്ര നേതാക്കന്മാർ, ആത്മീയവും ബൗദ്ധികവുമായ മേഖലയിൽ പ്രവർത്തിച്ച സമുന്നതരായ നേതാക്കൾ, അവരെയെല്ലാം ഈ കാലഘട്ടത്തിൽ സമൂഹം ഓർക്കുന്നതും അവരെ പ്രതിപാദിക്കപ്പെടുന്നതും അവർ ചെയ്തു വെച്ച ഒരുപാട് നന്മകളുടെ ഫലമാണ്. ആ നന്മകൾ അവരിലേക്ക് വരാനുണ്ടായ കാരണം അവർ ജീവിതത്തിൽ പകർത്തിയ ഒരുപാട് ഗുണങ്ങളെ അവരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നതുകൊണ്ടാണ്. ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതം രാവിലെ തുടങ്ങുമ്പോൾ, പ്രഭാതത്തിൽ ഉണരുന്ന സമയത്ത് ആ മനുഷ്യന്റെ ചിന്ത പ്രദോഷം ആവുമ്പോഴേക്കും എന്റെ ശരീരത്തിനോ എന്റെ മക്കൾക്കോ എന്റെ ഭാര്യക്കോ കുടുംബത്തിനോ ഒന്നും സംഭവിക്കാൻ പാടില്ല. എന്റെ ജീവിതത്തിന്റെ ഒരു ദിവസം തുടങ്ങുകയാണ്, അത് ഐശ്വര്യമായി കൊണ്ട് തുടങ്ങണം, സന്തോഷപൂർവ്വം തുടങ്ങണമെന്നെല്ലാം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ മതവിഭാഗം മതജനങ്ങളും ആ വിഷയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രഭാതം ആരംഭിക്കുന്നത്. ഒരു വാഹനം എടുത്ത് ഓടിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഘടകമായ ഭാഗമാണ് വാഹനം ഓടിച്ച് ജീവിക്കുക എന്നുള്ളത്. അങ്ങനെ നിഖില മേഖലകളിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ, അവൻ ആ വിഷയം ആരംഭിക്കുമ്പോൾ ആ സഹോദരൻ പ്രാർത്ഥനകളെ കൊണ്ടാണ് ആരംഭിക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, അന്ന് ദിവസം മുഴുവനും എനിക്ക് സന്തോഷവും ഈ എന്റെ മക്കൾക്ക് ഗുണവും ലഭിക്കണമെന്ന ഒരു ആഗ്രഹത്തോടു കൂടെയാണ്. ഇങ്ങനെ ഏതൊരു മനുഷ്യരും ജീവിച്ച് കാണിച്ചു തരുമ്പോൾ നമ്മൾ പകർത്തപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം സ്വന്തത്തിൽ മാത്രമല്ല നമ്മൾ ആ സംരക്ഷണം ആഗ്രഹിക്കേണ്ടത്. കാരണം എന്റെ ശരീരത്തിനെ പോറലേൽക്കാൻ, വേദന സംഭവിക്കാതിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്ന ഞാൻ എന്തുകൊണ്ട് എന്റെ സഹോദരന്റെ വേദനയെ കാണാതെ പോകുന്നു എന്നതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നൊരു ചിന്തയോടുകൂടെ അവന്റെ പ്രഭാതം ഉണർച്ച ഉണ്ടായാൽ, അല്ലെങ്കിൽ അന്യന്റെ മക്കൾക്കൊരു പ്രയാസമുണ്ടാവാൻ പാടില്ലെന്ന് ആഗ്രഹിച്ച് രാവിലെകൾ ഉണർന്നാൽ ഈ നാട് എത്ര ഐശ്വര്യമായി തീരുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. കാരണം ഒരു ഗ്രാമത്തിലുള്ള എല്ലാവരും നല്ല ചിന്തയോടുകൂടെ ഉണരുകയും നല്ല ചിന്തയോടുകൂടെ അവന്റെ ആ ദിവസം അവസാനിപ്പിക്കുകയും ചെയ്താൽ, ഇങ്ങനെ ഓരോ ഗ്രാമങ്ങളും നല്ല ചിന്തയോടുകൂടെ ഉണർവുകയും അവന്റെ വർത്തമാനം അവസാനിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ ഗ്രാമം നന്നായി. ആ ഗ്രാമത്തെ പിന്തുടരാൻ മറ്റുള്ള ഗ്രാമപ്രദേശങ്ങൾ തയ്യാറാകുമ്പോൾ ഈ നാട് മൊത്തം നന്മയുടെ വക്താക്കളായി മാറുന്നു. അതേപോലെ പ്രദേശങ്ങൾ വ്യാപിച്ച് രാജ്യം മുഴുവനും നല്ല രൂപത്തിലുള്ളതായ ജനങ്ങളുടെ ജീവിതം കാണാൻ നമ്മൾക്ക് കഴിയുമെന്നതിൽ യാതൊരു സംശയമില്ലല്ലോ. പിന്നെ എവിടെയാണ് മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഉദിക്കുന്നത്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യൻ മാത്രമല്ല ഭൂമി ലോകത്തുള്ളത്, സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത്
മനുഷ്യനെയും ഇതര ജീവജാലങ്ങളെയുമാണ്. ആ ഇതര ജീവജാലങ്ങൾക്ക് മനുഷ്യർക്കും ഉള്ളതുപോലെ തന്നെ ബുദ്ധിയുണ്ട്. പക്ഷേ മനുഷ്യനെ വേർതിരിക്കുന്നത് അവന്റെ വിവേകമാണ്, അറിവാണ്. ആ അറിവ് വിവേകത്തിലൂടെ പരസ്പര സഹായത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടാൽ തീർച്ചയായും മനുഷ്യൻ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നു, വേറെ രൂപത്തിലേക്ക് നമ്മൾ കാണാൻ കഴിയുന്നു. പറഞ്ഞു വരുന്നത് മനുഷ്യനെ മനുഷ്യനായി കാണുകയും മനുഷ്യന്റെ അറിവിനെ വിവേകത്തോടുകൂടെ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്താൽ നമ്മുടെ നാട്ടിൽ പ്രക്ഷോഭങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടാകുകയില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മറ്റുള്ള ജീവികൾ പരസ്പരം തമ്മിൽ തല്ലുന്നത് പോലെ മനുഷ്യൻ അവന്റെ വിവേകമുള്ളവനാണെങ്കിൽ പരസ്പരം തല്ലാനോ മറ്റുള്ള സഹോദരനെ കടാര കൊണ്ട് കുത്തിയിറക്കുവാനോ അവന്റെ മനസ്സ് അനുവദിക്കുകയില്ല. അതെന്തുകൊണ്ടാണ്? അവന്റെ അറിവിനെ വിവേകത്തോടുകൂടെ അവൻ ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ്. മറ്റുള്ള ജീവികൾ അങ്ങനെയല്ല. അവർ ബുദ്ധി മാത്രം ഉപയോഗിച്ച് അവരുടെ ജീവിതം രാവിലെയും വൈകുന്നേരമായി അവസാനിപ്പിക്കുന്നു. ഈ പറഞ്ഞു വരുന്നതിന്റെ മനുഷ്യർക്കൊപ്പം എന്ന് പറയുന്നതിന് പൊരുൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ചരിത്രകാരന്മാരും അവരുടെ കഴിവും വിവേകവും ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് ഈ കാലഘട്ടത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അവരെ കുറിച്ച് പഠിക്കുന്നത്, യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ പാഠ്യപദ്ധതികളിൽ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർ വിവേകത്തോടുകൂടെ അവരുടെ കഴിവുകൾ അവർ ഉപയോഗപ്പെടുത്തി വരും തലമുറകൾക്ക് വേണ്ടി അവരുടെ കഴിവുകളെ മാറ്റിവെക്കപ്പെട്ടു. എന്നാൽ പുതിയ തലമുറകളിൽ പഠിക്കപ്പെടുന്ന വേറൊരു സമൂഹമുണ്ട്. അയാളുടെ പേരാണ് ഹിറ്റ്ലർ എന്നും മുസോളിനി എന്നുമെല്ലാം പേരിൽ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്നത്. അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് വിവരമുണ്ടായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനായിട്ടോ ജീവിച്ചവരാണ്. പക്ഷേ വിവേകത്തോടുകൂടെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ, മനുഷ്യരെ കൂട്ടി നിർത്താൻ അവർക്ക് സാധിച്ചില്ല എന്നതുകൊണ്ടാണ് അവർ ചരിത്രത്തിലെ കിരാതന്മാരായിക്കൊണ്ട് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. ആ ഹിറ്റ്ലറുടെയും മുസോളിനിയും ചരിത്രത്തിലേക്ക് കടന്നു വരുന്നത് ഒരു കിരാതന്മാരായിട്ടാണെങ്കിൽ, ഇനിയുള്ള തലമുറകൾക്ക് പഠിക്കാൻ നമ്മൾ അവസരം സൃഷ്ടിക്കേണ്ടത് ഒരു ഹിറ്റ്ലർ ആയിക്കൊണ്ടല്ല, ഒരു മുസോളിനി ആയിക്കൊണ്ടല്ല, നേരെ മറിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിയ എത്രയെത്ര ധീര രക്തസാക്ഷികളുണ്ടോ അവരെല്ലാം അനുസ്മരിക്കപ്പെടുന്നത് അവരുടെ നന്മകൾ പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മാഗാന്ധി സഹിഷ്ണുത, മറ്റുള്ള ജീവജാലങ്ങൾക്ക് മുമ്പിൽ, മറ്റുള്ള മനുഷ്യർക്ക് മുമ്പിൽ രാജ്യത്തിന്റെ പ്രയാസങ്ങൾ അവതരിപ്പിച്ചു. ആ പ്രയാസങ്ങൾ മറ്റുള്ളവരോടുമായി ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ പോരാടിയപ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് നിന്ന് ഒഴിഞ്ഞു പോയേണ്ടി വന്നത്. അവർക്കൊപ്പം നിന്ന് എത്രയോ മഹാന്മാർ ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ട്. അവരെല്ലാം സ്മരിക്കുന്നത് നന്മയുടെ വക്താക്കളായിക്കൊണ്ടാണ്. ആ നന്മയുടെ വക്താക്കൾ ഇവിടെ കുറിച്ചു വെച്ച നന്മകൾ പുതുതലമുറകളിലൂടെ പരിചയപ്പെടുത്തിക്കൊണ്ട് ചരിത്രം പഠിപ്പിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പാർലമെന്റിൽ അവതരിപ്പിച്ചൊരു ബില്ലിൽ കാണാം, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റിയിലൂടെ പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങൾ മാറ്റിത്തിരുത്തപ്പെടാൻ പോവുകയാണ്. ഒരു ഏകാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് കാര്യങ്ങൾ. കാരണമെന്തോ, ആ ചരിത്രം കൃത്യമായി പഠിച്ചാൽ ഏകാധിപത്യന്മാർ ഈ രാജ്യത്ത് കൃത്യമായ വേരുറപ്പിക്കാൻ അവർക്ക് കഴിയുകയുള്ളൂ എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ജർമ്മനിയിലും മറ്റുമെല്ലാം
ഒരുപാട് മനുഷ്യ കുരുതികൾ നടത്തിയത് വിവരമുള്ളവരല്ല, വിവേകമില്ലാത്ത മനുഷ്യ കോലമുള്ള മൃഗത്തിന് തുല്യമായ ഒരു മനുഷ്യനാണെന്ന് യാതൊരു സംശയവുമില്ല. ആ തലത്തേക്ക് നീങ്ങിയത് വിദ്യാഭ്യാസപരമായ വിവേകപരമായ മുന്നേറ്റങ്ങളില്ലാത്തൊരു മനുഷ്യൻ നമ്മുടെ നാട്ടിലേക്ക് ഉദയം ചെയ്തതുകൊണ്ടാണ്, ആ നാട്ടിൽ ഉദയം ചെയ്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള മനുഷ്യരെയല്ല നമുക്ക് ആവശ്യം. നേരെ മറിച്ച് പരസ്പരം സഹായങ്ങൾക്ക് പരസ്പരം കൈമാറുന്നവരായി മാറേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പഠിപ്പിക്കപ്പെടുന്നവരാണ്. ആ ജനങ്ങളിലാണ് നമ്മൾ ഉണ്ടാവേണ്ടത്, അവരിലാണ് നമ്മൾ പെടേണ്ടത്. കാരണം എന്തെന്ന് വെച്ചാൽ വരും തലമുറകൾ നമ്മളെ അനുസ്മരിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് അനുസ്മരിക്കേണ്ടത്? നന്മയുടെ വക്താക്കളായിക്കൊണ്ടാണ്. നന്മയുടെ വക്താക്കളായി സ്മരിക്കുന്നത് എന്നെന്നും നിലനിൽക്കുന്നതാണ്. എന്നാൽ നമ്മളുടെ രാജ്യം എത്രമാത്രം മതപതനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രൂപത്തിലേക്ക് പോയാൽ നമ്മളുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ മഹാന്മാരാകുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരും മറ്റുള്ള പണ്ഡിതന്മാരും ഇവിടെ കാഴ്ചവെച്ച പദ്ധതികളെല്ലാം മായ്ക്കപ്പെടുകയും വരും തലമുറകൾ ഈ രാജ്യത്തിന്റെ എല്ലാ പ്രതിസന്ധികൾക്കും കാരണമായി തീരുകയും ചെയ്യും. അതിനാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മനുഷ്യ മനസ്സുകളും ചിന്തിക്കേണ്ടത്, എന്റെ നാട്ടിൽ എന്നെ കൊണ്ടൊരു പ്രയാസമുണ്ടാവാൻ പാടില്ല, എന്നെ കൊണ്ടൊരു മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. മനുഷ്യർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് താങ്ങും തണലുമായി കൊണ്ടായിരിക്കും ഞാൻ പ്രവർത്തിക്കുക എന്ന ചിന്തയോടുകൂടി നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മളിവിടെ ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മുസ്ലിമിന്റെയും എല്ലാ പ്രയാസങ്ങൾക്കൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയും. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഭൂമി, നമ്മൾക്കുള്ള ഭൂമിയിൽ വസിക്കുന്ന നമ്മൾ എല്ലാവരും ജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ആരും പ്രതിസന്ധികളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് സന്തോഷത്തോടുകൂടെ ജീവിച്ച് നമ്മുടെ ജീവിതം അവസാനിക്കുന്ന സമയം നല്ല രൂപത്തിലാവുക എന്ന ഓരോരോ ചിന്തയോടുകൂടെയാണ്. അതുകൊണ്ട് പരസ്പര സ്നേഹത്തോടെയും ഐക്യത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയുമായിരിക്കണം നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ പ്രവർത്തനങ്ങളെല്ലാം നന്മയിലേക്ക് ക്ഷണിക്കുന്നതാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും